കേസിനെതിരായ പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. മണിപ്പൂർ പരാമർശിക്കാതെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുറന്നുകാട്ടാനാണ് CPIM-ന്റെ തീരുമാനം. വിഷയം തിരുവനന്തപുരത്ത് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഏജൻസികൾ പറയാത്ത കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്ന് AK ബാലൻ പറഞ്ഞു. 3 ഏജൻസികൾ കുറ്റപത്രം സമർപ്പിച്ചതാണ്. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് പ്രധാനമന്ത്രി പറയണമെന്നും AK ബാലൻ ആവശ്യപ്പെട്ടു. അതീവ ഗുരുതരമായിട്ടുള്ള ഒരാരോപണമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ഏജൻസികൾ അന്വേഷിച്ചു. ഈ 3 ഏജൻസികളും കുറ്റപത്രം കൊടുത്തു. കുറ്റപത്രത്തിൽ പറയാത്തൊരു കാര്യം, അന്വേഷണ ഏജൻസികൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യം ഇപ്പോൾ പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനറിയാം ഏത് ഓഫീസാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത്. അത് നിയമത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പ്രഖ്യാപനം വഴി. അല്ലെങ്കിൽ ഇതിനും അദ്ദേഹം കൂട്ടുനിന്നു എന്ന ദുർവ്യാഖ്യാനമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാകുക. ശരത് കെ ശശിയുടെ വിവരങ്ങളുമായി. ശരത്, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഒറ്റ ഒരു വരിയാണ് സ്വർണ്ണക്കടത്ത് കേസ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമെന്ന്. പക്ഷേ അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ CPIM നേതാക്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? വിനീത, തൃശ്ശൂരിലെ പ്രസംഗത്തിൽ സ്വർണ്ണക്കടത്ത് കേസിൽ ബന്ധമുള്ള ഓഫീസിനെ സംബന്ധിച്ച പ്രധാനമന്ത്രിയുടെ പരാമർശം അത് പ്രസംഗമധ്യേ ഒരു തവണ പറഞ്ഞു പോയതാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ചർച്ചയല്ലാതിരുന്ന സ്വർണ്ണക്കടത്ത് വിവാദം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും സജീവമായി ഉയരുന്ന സാഹചര്യം. ഈ പശ്ചാത്തലത്തിൽ മറുപടി പറഞ്ഞു പോവുക, ആരോപണത്തിന് മറുപടി പറഞ്ഞു പോവുക എന്നത് തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിലും ഈ വിഷയം CPM നേതൃത്വത്തിന് മുൻപിൽ ചോദ്യമായി വന്നപ്പോഴൊക്കെ തന്നെ അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ എന്നതായിരുന്നു പൊതുവെ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്ന നിലപാട്. എന്നാൽ പ്രധാനമന്ത്രി തന്നെ തൃശ്ശൂരിൽ ഒരു പ്രസംഗത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മറുപടി പറഞ്ഞു പോവുക, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ പൊള്ളത്തരം തുറന്നു കാണിക്കുക എന്ന ലൈനിൽ തന്നെയാണ് CPM നേതാക്കളുടെ മറുപടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമാക്കിയാണ് ആ പരാമർശം നടത്തിയത് എങ്കിലും ആ ഓഫീസ് എന്ന പരാമർശം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ CPM നേതൃത്വം വെല്ലുവിളിക്കുന്നത് ആ സ്വർണ്ണക്കടത്തിൽ ബന്ധമുള്ള ഓഫീസ് ഏതാണ് എന്ന് പ്രധാനമന്ത്രി വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. കാരണം 3 അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ അന്വേഷിച്ചതാണ്. ആ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഇത് സംബന്ധിച്ച കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ആ കുറ്റപത്രത്തിൽ എവിടെയും ഇത്തരത്തിലൊരു ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യം പരാമർശിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുള്ള ഏതെങ്കിലും ഓഫീസിനെ സംബന്ധിച്ച് അറിവുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന മറുതന്ത്രമാണ്, അത്തരത്തിലൊരു പ്രതിരോധമാണ് CPM ഈ വിഷയത്തിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് അറിയാത്ത കാര്യം പ്രധാനമന്ത്രിക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് കൈമാറണം. അങ്ങനെ കൈമാറുന്നില്ല എങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും സംശയത്തിന്റെ നിഴലിലാണ് എന്ന രീതിയിൽ തിരിച്ചടിക്കുകയാണ് CPM ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷം, കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസ് ഒരു കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റപ്പെട്ടത് എന്ന രീതിയിൽ വീണ്ടും ചർച്ചകൾ ഉയർത്തുന്നുണ്ട്. അതിനും CPM നേതൃത്വം മറുപടി പറയുന്നു. ഏത് അന്വേഷണത്തെയും ഭയക്കുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഔദാര്യവും പ്രധാനമന്ത്രിയുടെയോ അന്വേഷണ ഏജൻസികളുടെയോ ഒരു ഔദാര്യവും വേണ്ട. പ്രതിപക്ഷം തന്നെ ഇത്തരമൊരു ആവശ്യം, ഇത്തരമൊരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ ഇനിയും അന്വേഷണമാകാം എന്ന രീതിയിൽ തന്നെ CPM നേതൃത്വം പ്രതികരിക്കുകയും ചെയ്യുന്നു. ശരത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തൃശൂർ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ തന്നെ എത്തിച്ച് BJP പ്രചാരണം തുടങ്ങുന്നു. വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി ഈ സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണമായാലും അത് സംബന്ധിച്ച പ്രധാനമന്ത്രിയുടെ പരാമർശമായാലും ഒക്കെ ചർച്ചയാകില്ലേ? വിനീത, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും BJP സജീവമായി ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJP-യുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്നുള്ള രീതിയിൽ തന്നെയാണ് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തുകയും ചെയ്തത്. ആ വേദിയിലാണ് സ്വർണ്ണക്കടത്ത് കേസ് അദ്ദേഹം ഉന്നയിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലേക്ക് പരാമർശം നടത്തുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു 2 വർഷം മുൻപുള്ള സംഭവമാണ് എങ്കിലും ഇപ്പോഴും സജീവ ചർച്ചയായി BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത് ഉപയോഗിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ
സാഹചര്യത്തിൽ കൂടിയാണ് മറുപടി പറഞ്ഞ് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യം CPM-ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ തന്നെ CPM നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രധാനമന്ത്രിയുടെ വരവിന് പിന്നാലെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ സ്ത്രീജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള വലിയ പരിഗണന സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. അതുപോലെ തന്നെ കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ഒക്കെ ഉണ്ടായി. അതൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും BJP-യുടെ ഒരു പ്രചരണ മെറ്റീരിയൽ എന്നതിന്റെ സാമ്പിൾ ആയിരുന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിനിലേക്ക് CPM കടക്കുകയാണ്. ആ രീതിയിൽ തന്നെയുള്ള ആലോചനകൾ പ്രസംഗവുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞു പോവുകയാണ് CPM ചെയ്യുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ തുറന്നു കാട്ടുന്ന രീതിയിലുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നതടക്കം ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുകയും ചെയ്യും.